അതെ, അമേരിക്കനെ വിശ്വസിച്ചിട്ട് പഴയ പോലെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. പെട്ടെന്ന് ഒരു ഉറപ്പില്ലാത്ത സ്വഭാവമല്ലേ അവന്മാരുടെ. ഇപ്പൊ അഫ്ഗാനിസ്ഥാന്റെ കാര്യം തന്നെ നോക്ക്, അവന്മാർ ഇട്ടുകൊണ്ട് പോയില്ലേ. ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് ഒരുപാട് പേരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി താഴെ പോയി. ഇപ്പൊ എന്റെ കാര്യം തന്നെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരുപാട് സൂചിക താഴെ പോയി. ഇതെന്താ പുള്ളകളിയാ? അതല്ല ഞാൻ പറഞ്ഞത്, ഈ ഓഹരിയൊക്കെ വിട്ടിട്ട് സ്വർണത്തിൽ ഫോക്കസ് ചെയ്യും. സ്വർണ്ണം റിസ്ക് ആണേ. നമ്മുടെ പ്രൊഫഷൻ ആദ്യം വേണ്ട ഇത്തിരി മനോധൈര്യമാണ്. ധൈര്യം ഇല്ലാണ്ടല്ലാന്ന്, ഒരെണ്ണത്തിൽ സ്ലിപ്പായ പിന്നെ എനിക്ക് പഴയ പോലെ അങ്ങോട്ട് ഉറപ്പ് കിട്ടാനില്ല. പിന്നെ തിരി എന്തൊക്കെ നീ എന്തിനാ തിരിയാൻ പറഞ്ഞത്? ഞാൻ സ്വർണ്ണത്തിൽ നിന്ന് നേരെ ഡിജിറ്റലിലോട്ട് തിരിയാനല്ലേ പറഞ്ഞത്. എന്റെ പൊന്നെ, ആള് പേടിച്ചോല്ല. ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് പോയത് നീ കണ്ടില്ലേ? നിനക്ക് സമാധാനമായിട്ട് പറഞ്ഞാൽ പോരെ ഇതൊക്കെ എന്നോട്? ഞാൻ പറഞ്ഞതേ, ഇപ്പൊ എല്ലാ പരിപാടിയും ഡിജിറ്റലല്ലേ. ഇപ്പൊ വർക്ക് ഫ്രം ഹോം. ഈ വർക്ക് ഫ്രം ഹോം നമുക്ക് റിസ്ക് ആണ്. ഇപ്പൊ ഒരുത്തനും പാതിരാക്ക് ഉറക്കൂലല്ലോ, എല്ലാം ഓൺലൈൻ നോക്കിയിരിക്കല്ലേ. എന്നിട്ട് ഇവന്മാര് പകല് കിടന്നുറങ്ങും. അതിൽ നമുക്ക് എന്താ കാര്യമുള്ളത്? ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആളില്ലാത്ത വീട് നോക്കിയിട്ട് കക്കാൻ കയറുന്നത്. ആളുള്ള വീട്ടിൽ കക്കാൻ കയറുമ്പോഴാണ് എനിക്കൊരു ത്രില്ല്. നീ വലിയ സാഹസികനാണല്ല. സാഹസികതയൊന്നുമില്ല, ഇതൊരു പാവം അമ്മയെ സ്കൂളിൽ പഠിക്കുന്ന ഒരു മോളും, ഭർത്താവ് ഗൾഫിലാണ്, റിസ്ക് ഇല്ല. അപ്പൊ നീ അങ്ങടല്ലേ? ഞാൻ ഇങ്ങോട്ടാണ്. ഇവിടെ ഒരു അമേരിക്കക്കാരൻ ടൂർ പോയിട്ടുണ്ട്. അവിടെ പട്ടിയില്ല, സേഫാണ്. എന്നാ പിന്നെ നാളെ വർക്ക് ചെയ്തിട്ട് കാണാം. ഓക്കെ, അടിപൊളിയാക്ക്. ഓൾ ദ ബെസ്റ്റ്. ഡ്യൂട്ടിക്കിടയിൽ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല എന്റെ പൊന്നു ശോശാമേ. അതെ, എളയപ്പന്റെ ചിഞ്ചുമോളുടെ ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്താ? നാളെ രാവിലെ പോരെ? പാതിരയ്ക്ക് വിഷ് ചെയ്താലേ ഒരു പഞ്ചുള്ളൂ. വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ടാ മതി. ഓക്കെ. നമ്മുടെ ആധാർ എളയപ്പന്റെ കയ്യില, മറക്കണ്ട. ശരി, നീ ഒന്ന് വെക്കോ. എളയപ്പ, ചിഞ്ചുമോൾക്കേ എന്റെയും ശോശാമ്മയുടെയും വക ബർത്ത്ഡേ വിഷസ്. ഉമ്മ ചിഞ്ചുമോൾക്കാണേ. എളയപ്പൻ സമയമുള്ളപ്പോ കൊടുത്താൽ മതി. എന്തോ ഒരു അനക്കം കേട്ടതുപോലെ. മിണ്ടാതെ കിടന്നുറങ്ങടി. നമ്മുടെ സ്വർണ്ണൊക്കെ ബാങ്കിൽ ലോക്കറിൽ തിരിച്ചു കൊണ്ടുവച്ചാൽ മതിയായിരുന്നു. ലോക്കറിനേക്കാൾ സേഫായിട്ടാ അതിവിടെ ഇരിക്കുന്നത്. അതേതാ ലോക്കറിനേക്കാൾ സേഫായ സ്ഥലം? താഴെ അടുക്കളയുടെ അടുത്തുള്ള സ്റ്റോർ റൂമിൽ അരിയിട്ട് വെച്ച പാത്രമില്ലേ, അതിൻ്റെ ഉള്ളിൽ പൂഴ്ത്തി വെച്ചിരിക്കുക. ലോകത്തിലൊരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അമ്മേ സമ്മതിച്ചു. എന്നാ കിടന്നുറങ്ങ. മോളെ ആണോ? അത് ശരി. ഞാനൊരു പാർട്ടിയായിട്ട് എയർപോർട്ട് പോയിക്കൊണ്ടിരിക്കുക. അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് വരാം. മോള് ബോബി സാറിനെ കൂടെ ഒന്ന് വിളിച്ചു പറഞ്ഞു. ബോബി അങ്കിളിനെ വിളിച്ചു.
അങ്കിളിപ്പോൾ എത്തും. ഓക്കെ ഓക്കെ. അയ്യേ, വെറുതെ എന്തിനാ മോളെ ആളുകളെയൊക്കെ വിളിച്ചെടുത്തണത്? പറ്റിപ്പോയി, മാപ്പ്. ഓ എൻ്റെ മനോ, തുറന്നിട്ട് ആ സെക്കൻഡിൽ ഞാൻ സ്ഥലം വിട്ടോളാം. പിന്നെ ഈ ഏരിയ കാണൂല. ചേച്ചിക്ക് ക്ഷമിച്ചൂടെ? ചേച്ചി പറ്റും. ക്ഷമിക്കാം. എന്നാലും വിളിച്ചു പറഞ്ഞവരൊക്കെ ഒന്ന് വന്നോട്ടെ. വന്നോട്ടെ, എനിക്ക് ധൃതിയൊന്നുമില്ല. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തോളാം. ചേച്ചി ഇപ്പോഴും ഈ അമ്മിക്കലി തന്നെയാണ് അരപ്പ്. അല്ല, അത് നല്ലതാണ്. കാരണം ഇതിൽ അരച്ചാലേ കറിക്ക് നല്ല ടേസ്റ്റാണ്. അമ്മിക്കല്ലേ ഇപ്പം ആമസോണിൽ കിട്ടുന്നുണ്ട്, നല്ല ഓഫറുണ്ട്. ഞാൻ വൈഫിനോട് ഓർഡർ ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നത്. പക്ഷെ അവൾക്ക് മിക്സി മതിയെന്ന്. പിന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് ഒപ്പിച്ചു കൊടുത്ത്. തനിക്ക് പിന്നെ കാശ് ചെലവില്ലാതെ തന്നെ കിട്ടുമല്ലോ. ഫാമിലി മാൻ ആയിപ്പോയില്ലോ ചേച്ചി. എന്നാലും ചേച്ചി മോളോട് എന്നെ നൈസായിട്ട് പറ്റിച്ചു. ചേച്ചി സീനാക്കല്ലേട്ടാ, ഞാനൊരു പാവാണേ. എവിടെ? വർക്കേരിയിലുണ്ട്. നീ പോലീസിനെ വിളിച്ചില്ലേ? ബോബിച്ചാൻ വന്നിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. പോലീസൊന്നും വേണ്ട സാറേ, ഇത് നമ്മൾ മാന്യന്മാരും പറഞ്ഞു ചേർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ശരിയാ, പോലീസ് വേണ്ട. സാനിറ്റൈസറിങ് എടുത്തേ. മാറിക്കാൻ മോളെ. ബോബി സാർ എത്തിയല്ലേ? ഇവനാണ് പാർട്ടി. മലയാളിയാ. എന്നിട്ടാണോ? നീ എവിടെ ഉള്ളാടാ? മൂലംകുഴിയിൽ. മൂലംകുഴിയിലെവിടെ? ചെമ്മീൻ ഫാക്ടറിയുടെ ബാക്കിൽ. ചെമ്മീൻ ഫാക്ടറി ബാക്കി വീട്ടുപേര് പറയടാ. ചെമ്പരത്തി. ചെമ്പരത്തി? ചെമ്പരത്തിങ്കൽ. ചെമ്പരത്തിക്ക് അന്തോണി ചേട്ടൻ്റെ മോനാണ്. നിന്റെ പേരെന്തോ? സോളമൻ. പള്ളിയിലിട്ടാണ് ശലമോൻ എന്നാണ് പേരൊക്കെ ഗംഭീരമാണ്. ലോറൻസിന് അറിയാമോ അവനെ? ഇവന്റെ തന്തയെ അറിയാം. ഹാർബർ ജോലിക്കുണ്ടായിരുന്ന ആ പാവത്തിന് ഇങ്ങനെ എങ്ങനെ ഒരെണ്ണം വന്ന് പിറന്നെന്നുള്ളതാ. സോ പതറ്റിക്. സോഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിൽ. സോഷ്യൽ സിറ്റുവേഷൻ. സോഷ്യൽ സിറ്റുവേഷൻസ് ഏതായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. വെറുതെ റിസ്ക് എടുക്കണ്ട, തലയിലാവും. ലെറ്റ് മീ ട്രൈ. നടക്കടാ. അങ്കിൾ എന്റെ ടൂൾ കിറ്റ് എടുത്തില്ല. ഏ? ടൂൾ കിറ്റ് സാർ, ആ ബാഗ് ഒന്ന് എടുത്തരും. ഗോൾഡ് ബ്ലസ് ചേച്ചി. ചേച്ചി ബോൾട്ടാണ്. മോളും അടക്കടാ അങ്ങോട്ട്. കോംപ്ലിമെന്റ്. എൻ്റെ അടുത്ത് ബസ് സ്റ്റോപ്പിൽ ഇട്ടോ തിട്ടാ. നീ അങ്ങനെ പോകണ്ട. അവിടെ വീട്ടിലൊന്ന് നിൽക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഇതൊരു അഡ്വഞ്ചറസ് അമ്മയും മോളും. അമ്മച്ചിയോട് ഇതൊന്നും ഇപ്പൊ പറയണ്ട. പറഞ്ഞാൽ പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ അമ്മച്ചി സമ്മതിക്കില്ല. ഞാൻ ഒരു ചായ എടുക്കട്ടെ? ഇപ്പോഴാ? ചായ ഒന്നും വേണ്ട. അപ്പോൾ അടുത്ത ആഴ്ച എൻട്രൻസിന്റെ മോക്ക് ടെസ്റ്റാ. നീ പഠിക്കുന്നുണ്ടാവല്ലോ? പഠിച്ചോണ്ടിരിക്കുന്നു. സാധാരണ സ്കൂൾ ടെസ്റ്റ് പോലെ അല്ല കേട്ടോ നമ്മുടെ കോച്ചിങ് സെന്ററിലെ ടെസ്റ്റ്. സോ പ്രിസൈസ് ആൻഡ് ഡെഫിനറ്റ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങ് തന്നോടെ അങ്കിള്, എനിക്കൊന്ന് ഷൈൻ ചെയ്യാലോ. നീ പഠിക്കാതെ അങ്ങോട്ട് വാ, നിന്നെ നിർത്തി പൊരിക്കും ഞാൻ. മനസ്സിലായേ? ഞാൻ കേട്ടെന്നാ വാതിലൊക്കെ ശരിക്കും കുറ്റിയിട്ടോണേ. ഇനി പാതിരാക്ക് എന്നെ വിളിക്കരുത്. അപ്പോ എണ്ണിക്കപ്പോ ബെറ്റി ആൻറ്റി വന്നിട്ടുണ്ട്. വന്നോട്ടെ. നിനക്കൊരു ഗിഫ്റ്റും കൊണ്ടാ വന്നേക്കുന്നത്. എന്ത് ഗിഫ്റ്റ്? പോയി നോക്ക്. ഇനിയിപ്പോ അടുത്ത വെള്ളം വരുമ്പോഴേ ഞാൻ കുറച്ചോ. താങ്ക് യു ആൻറ്റി. ഇവന്റെ പേരെന്താ? എനിക്ക് ഇഷ്ടമുള്ള പേരിട്ടോ. കുക്കി. നൈസ് നെയിം. ഞാനൊന്ന് ഇറങ്ങട്ടെ, ഒരു മീറ്റിംഗ് ഉണ്ട്. ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? നേരമില്ലടി, ഭയങ്കര വർക്ക് ലോഡാ. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. വേണ്ട, എനിക്ക് സമയമില്ല. വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന എന്നോട് എനിക്ക് അസൂയ.
ഇതാണോ ഞാൻ പഠിപ്പിച്ചത്? അത് മാം സിറ്റുവേഷൻ അനുസരിച്ച് ഞങ്ങൾ ഒന്ന് മോഡിഫൈ ചെയ്തതാണ്. നിങ്ങൾക്ക് തോന്നിയ പോലെ മാറ്റാനല്ലല്ലോ ഞാൻ കഷ്ടപ്പെട്ട് കൊറിയോഗ്രാഫി ചെയ്തത്. ആരാ ഇത് ചേഞ്ച് ചെയ്തേ? ആരാണെന്ന്? അപർണ ഇങ്ങനെ ചെയ്ത് നോക്കാം, മാമിന് ഇഷ്ടമാവെന്ന് പറഞ്ഞത്. എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉണ്ടോ കുട്ടിക്ക്? യൂത്ത് ഫെസ്റ്റിവലിന് ഇതടക്കമുള്ള എല്ലാ ഐറ്റംസും ചെയ്യാൻ നിങ്ങളുടെ പ്രിൻസിപ്പാൾ എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്ന അങ്ങ് ചെയ്താൽ മതി. സ്റ്റാർട്ട് മ്യൂസിക്. കണ്ടോ, ഇതുപോലെ കണ്ണിലും മുഖത്തുമൊക്കെ ഭാവങ്ങൾ വരണം. മനസ്സിലായോ? സോറി മാം, ഈ ഭാവങ്ങൾ എൻ്റെ മുഖത്ത് വരില്ല. അപർണ, വാട്ട് ഈസ് ദിസ്? അപ്പോൾ വെയിറ്റ്. ഇതെന്താ നേരത്തെ? ഹലോ, കൂൾ ഡൗൺ മാൻ. ഈ മാസത്തെ ഡേറ്റ് എടുത്തല്ലേ? അതാണ് ഈ പൊട്ടലും ചീറ്റലും ഒക്കെ. ടീച്ചറുടെ സ്റ്റെപ്പ് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ചെയ്യണ്ട. അതിങ്ങനെ ഓവർ റിയാക്ട് ചെയ്ത് ഇറങ്ങി വന്നപ്പോൾ നിന്റെ ഫ്രണ്ട്സ് അല്ലേ സഫർ ചെയ്തത്? അതെന്താ മനസ്സിലാക്കാത്തതപ്പം? കുറച്ച് ടോളറൻസ് ഒക്കെ വേണ്ടേ? സോറി അമ്മ. സാരില്ല, നാളെ ചെല്ലുമ്പോൾ പാച്ചപ്പ് ആക്കിയാൽ മതി. അതല്ലേ പതിവ്. പോയി കുളിച്ചിട്ട് വാ. നമുക്ക് അമ്മച്ചിയുടെ വീട്ടിലേക്ക് ഒരു ഡ്രൈവിന് പോവാം. കുളി നിർബന്ധമാണോ? കുളിക്കാതെ കാര്യം ഞാൻ കേട്ടില്ല. ആ കള്ളൻ ഇച്ചിരി മണ്ടനായതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ. ഇല്ലെങ്കിൽ കാണായിരുന്നു അമ്മയുടെ മോളുടെയും ഹോം അലോൺ. രാത്രിയെങ്കിലും ഇവിടെ വന്ന് നിൽക്കാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞതാ? നന്ദേട്ടനും അത് ഇഷ്ടമില്ല, അമ്മച്ചിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവിടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞാൽ അത് ഇവനും ഇഷ്ടമല്ല. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നിന്ന് ബുദ്ധിമുട്ടുണ്ട. ഒരു ഫ്ലാറ്റ് ആയിരുന്നെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി എങ്കിലും ഉണ്ടായേനെ. നാട്ടിലെ 90% ആളുകളും ഇപ്പോഴും ഭൂമിയിൽ തന്നെ വീട് വെച്ചല്ലേ താമസിക്കുന്നത്. അവർക്കുള്ള സെക്യൂരിറ്റി ഒക്കെ മതി ഞങ്ങൾക്കും. അതല്ല ഞാൻ പറഞ്ഞത്. ഒന്നല്ലേ അയാൾ ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ നിന്നെ മോളെ ദുബായി കൊണ്ടുപോയി കൂടെ താമസിപ്പിക്കണം. അതിനുള്ള വകുപ്പൊന്നും ഇല്ലല്ലോ എൻ്റെ വർക്ക്ഷോപ്പ് മെക്കാനിക്കിന്. ബോബി, ഞാൻ എൻ്റെ ഒരു കൺസേൺ പറഞ്ഞെന്നുള്ള അമ്മച്ചി ഇവളിങ്ങനെ നടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ. ഞങ്ങൾക്ക് കഷ്ടപ്പാടൊന്നുമില്ല ബോബിച്ചായ. വർക്ക്ഷോപ്പ് മെക്കാനിക്ക് ദുബായി പോയി കിടന്ന് കഷ്ടപ്പെടുന്നതേ ഞങ്ങൾ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഹാപ്പിയാ. തുടങ്ങിയോ ആംഗ്ലയും പെങ്ങളും? ലോകത്തിലുള്ള എല്ലാ ആങ്ങളവരും സ്നേഹം കാണിക്കുന്നതേ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടാ. അപ്പം നീ ഇതുപോലെ 2 മാന്തി വെച്ച് കൊടുത്താൽ മതി. ജോലി ഇരിക്കട്ടോ, ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് വന്നു. രണ്ടുപേരും ലേബർ റൂമിലാക്കിയിട്ട് അങ്ങോട്ട് വന്നത്. പോയി പ്രസവിപ്പിച്ചിട്ട് വാ. നീ ഇന്ന് ലേറ്റ് ആവോ? നോക്കിയിട്ട് വിളിക്കാം. സഞ്ജു ഉണ്ടെന്നല്ലേ? നന്നായി. പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് കൊടുത്തില്ലേ? ആളുകൾ ഇപ്പോഴും വഴക്കിടും. ഹലോ നന്ദേട്ടാ, ഒരു മിനിറ്റ് ചേട്ടാ. ഹലോ, നന്ദേട്ടാ കേൾക്കുന്നില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കോ? എന്തേ? മോളിവിടെ ഉണ്ടായിരുന്നു. എന്താ ഇത്? ആ ഓട്ടോയ്ക്ക് പോവാൻ വേണ്ടി മാറ്റിയിട്ടതാ. അങ്ങോട്ട് മാറിയിരിക്കും. ഒരു കൊല്ലം കൂടെ വെയിറ്റ് ചെയ്താൽ ലൈസൻസ് കിട്ടത്തില്ല നിനക്ക്. അപ്പൊ പോരെ? ഹായ് നന്ദേട്ടാ, മാർക്കറ്റിലായിരുന്നു, കേൾക്കാൻ പറ്റിയില്ല. ആണോ? ശരി നന്ദേട്ടാ, അപ്പൊ രാത്രി വിളിക്കോ? ഓക്കെ.
എന്താ അമ്മ? അച്ഛൻ വരുന്നുണ്ട്. ഹാ? കുക്കി. അച്ഛൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അമ്മയ്ക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത? ആര് പറഞ്ഞു സന്തോഷമില്ലാന്ന്? സന്തോഷമൊക്കെ തന്നെ. അച്ഛൻ ജോലി പോയിട്ടാ വരുന്നത്. വന്നാ ഇനിയും പോവില്ല. അയ്യോ, എന്താ ഒരു അയ്യോ? ഒന്നുമില്ല. ചെലവൊക്കെ ചുരുക്കണം. നീയും കൂടെ ശ്രദ്ധിക്കണം അപ്പു. പോക്കറ്റ് മണിയൊക്കെ കട്ടാവോ? ചിലപ്പോ. എന്റെ ഫ്രണ്ട്സിന്റെ അച്ഛന്മാർ ചിലരൊക്കെ ഹിറ്റ്ലേഴ്സാ. ഇനിയിപ്പൊ അച്ഛൻ വന്നാ അതുപോലെ ആവുമോ? അതൊന്നും എനിക്കറിയത്തില്ല. സോപ്പിട്ട് തന്നു. ആ, ഇനി ഒരാളെ കൂടി സോപ്പിട്ട് നിക്കാന്ന് പറഞ്ഞാൽ അതിത്തിരി സ്ട്രെയിനാ. ഓഹോ, നമ്മുടെ ഈ ഫ്രീഡത്തിലൊരു കട്ടോറുമ്പാവോ അച്ഛൻ? divided by mass. What will be the mass of an electron? Aparna? 9.11 into 10 raised to minus 31 kg. 9.11 into 10 raised to minus 31 kg. 31 kg. It will come around. ഗുഡ് മോർണിംഗ് സർ. ഇവിടുത്തെ റൂൾസ് മാനേഴ്സും ഒന്നും രോഹിത്തിന് ബാധകമല്ലേ? ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് മനഃപൂർവ്വം പെർമിഷൻ ചോദിക്കാറുന്നതാണോ അതോ വേണ്ടെന്ന് വെച്ചതാണോ? ഞാൻ വന്നപ്പോൾ സാറ് കുറച്ച് തിരക്കിലായിരുന്നു. എങ്ങനെ? ഞാൻ വന്നപ്പോഴേ സാറ് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിളിച്ചു. അരമണിക്കൂർ കഴിഞ്ഞു ക്ലാസ് തുടങ്ങിയിട്ട്. ആക്ച്വലി ഞാൻ നേരത്തെ റെഡി ആയതാ. ബൈക്കിന് ചെറിയ സ്റ്റാർട്ടിങ് പ്രോബ്ലം. അപ്പം അച്ഛൻ പറഞ്ഞു കോടതി പോകുന്ന വഴി ഡ്രോപ്പ് ചെയ്യാം. അച്ഛൻ ഇറങ്ങാൻ വൈകി. നാച്ചുറലി ഞാനും വൈകി. എൻട്രൻസിൻ്റെ റിസൾട്ട് വരുമ്പോൾ അച്ഛൻ വൈകി, നാച്ചുറലി ഞാൻ വൈകി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ ദിസ് ഇസ് യുവർ തേർഡ് അറ്റംപ്റ്റ്, അത് മറക്കണ്ടേ. നൗ 5.46 into 10 raised to 5 meters per second. Got it? Yes, sir. All of you? Yes, sir. Okay, so we will go for the next. Oops. അപ്പം ഇയാൾ തന്നെ തുടച്ചോ. ഞാനോ? തുടക്കാൻ അറിയില്ലേ? ആ, ഓക്കെ. സർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എവിടെ പോകുന്നു? ഇവിടെ നിൽക്കും. ഇവിടെ നിന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കും. അപ്പോൾ പഠിക്കുന്ന വിഷയത്തിൽ ഒരു ഫോക്കസ് കിട്ടും കേട്ടോ. Now let us solve another problem to find out the kinetic energy of an ejected electron. Okay. Got it? Then what H stands for? What H stands for? ഹൈറ്റ് ആണോ സാർ? ഹൈറ്റ്. അവിടെ പോയിരിക്കും പോ. അല്ല വേണ്ട, ഇവിടെ നിന്നിട്ട് എനിക്ക് നല്ല ഫോക്കസ് കിട്ടുന്നു. ഇത്രയൊക്കെ ഫോക്കസ് കിട്ടിയാൽ മതി കേട്ടോ. അവിടെ പോയിരിക്കും പോ. അച്ഛൻ വന്നു കഴിഞ്ഞാലേ നിന്റെ ഒറ്റയ്ക്കുള്ള കറക്കൊക്കെ കഴിയും കേട്ടോ. അച്ഛൻ ചെറുപ്പത്തിൽ എങ്ങനെയാ? പാവായിരുന്നോ? പാവോ, എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിക്ക് കയ്യും കണക്കൂല. അത്രയ്ക്ക് നോട്ട് ചെയ്തിരുന്നോ? നോട്ടിയല്ല മോളെ, വാശി. എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ അത് അപ്പം നടക്കണം. എന്നാ മര്യാദയ്ക്ക് പഠിക്കുവോ? അതുമില്ല. ടീച്ചറുടെ മകൻ എന്നുള്ള കൺസിഡറേഷൻ ഉണ്ടായിരുന്നല്ലോ സ്കൂളിൽ, അവനതങ്ങ് മുതലാക്കും. ജസ്റ്റ് പാസ്സാ 10ൽ. അതല്ല വർക്ക്ഷോപ്പിൽ കൊണ്ടുണ്ടാക്കിയത്. എന്നാലും അമ്മേനെ അടിച്ചെടുക്കാനുള്ള മിടുക്കൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപാര ഹ്യൂമർ സെൻസ് ആയിരുന്നു. അതിൽ വീണു പോയതല്ലേ നിന്റെ അമ്മ. വേഗം കഴിക്ക്. മുത്തശ്ശനും കൊണ്ടേ കൊടുക്ക്. പേഷ്യൻസ് തീരാൻ കാത്തിരുന്നാലേ കാപ്പി കുടിക്കലുണ്ടാവില്ല. നാവുതേട്ടി, ഇനി കയ്യൊന്ന് പോക്കി പോരട്ടെ പോരട്ടെ. ആ പാടാ ഡോക്ടർ. വലിച്ചു വാരി തിന്നരുത്. അറിവുള്ളവർ പറയണ കേട്ടിട്ടില്ലേ, ഇഷ്ടമുള്ളത് എന്തും കഴിക്കാം. ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചാൽ അത് മുഴുവനും അങ്ങോട്ട് കഴിക്കരുത്. ഇല്ല ഡോക്ടറെ, ആഹാരമൊക്കെ വളരെ കുറച്ചു. പിന്നെന്താ ഇത് ഇങ്ങനെ? കഷായം കൃത്യമായിട്ട് കഴിക്കുക, പഥ്യം തെറ്റിക്കരുത് കേട്ടാ. ഓ
ഞാൻ ഇട്ട് തരുന്ന. ഓ വേണ്ട ഡോക്ടറെ. ആഹാ, ഇതിപ്പോ റിട്ടയർ ചെയ്തപ്പോഴാണല്ലോ മുത്തശ്ശനെ തിരക്ക് കൂടുതല്. പഴയ പരിചയം വെച്ചിട്ട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരോട് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? മുത്തശ്ശൻ പഠിക്കുമ്പോ ഉണ്ടായിരുന്നു ഈ നീറ്റും എൻട്രൻസും ഒക്കെ? ഏയ്, അന്നൊക്കെ ഫുൾ മെറിറ്റ് അല്ലേ. MBBS ചേരാനുള്ള മാർക്ക് ഉണ്ടായിട്ടും ഞാൻ എടുത്തത് ഇതാ. ഓ, എനിക്ക് മടുത്തി ക്ലാസ്സും കോച്ചിങ്ങും. സത്യം പറഞ്ഞ എനിക്ക് ഡോക്ടറും ആവണ്ട കളക്ടറും ആവണ്ട. പക്ഷെ ബോബി എങ്കിലും വിടണ്ടേ? അമ്മയ്ക്ക് എടുക്കാൻ പറ്റാതെ എല്ലാ ഡിഗ്രി എന്നെ കൊണ്ട് എടുപ്പിക്കുന്ന അതൊന്ന്. ഡോക്ടറെ നമസ്കാരം. ആ, ഇതാര്? എന്താ തനിച്ച്? എനിക്കിപ്പോ ഡോക്ടറെ കാണാൻ വരാൻ കൂട്ടൊന്നും വേണ്ട. ആ സ്റ്റേജൊക്കെ മാറി. എല്ലാം ഡോക്ടറുടെ കൈപുണ്യമാണ്. ഇതാരാ? എന്റെ പേരക്കുട്ടിയാ. ആ കേട്ടോ മോളെ, മോളുടെ ഈ ഗ്രാൻഡ് ഫാദറെ ഒരു ജീനിയസാ. ഓ, എൻ്റെ മക്കൾ എന്നെ കൊണ്ടുപോയി ഏതെല്ലാം ഡോക്ടേഴ്സിനെ കാണിച്ചു, ഏതെല്ലാം ആശുപത്രി കൊണ്ടുപോയി. അവരാരും ചികിത്സിച്ചിട്ട് മാറാത്ത എൻ്റെ ഈ അസുഖം ഇദ്ദേഹം ഭേദമാക്കി. ഹീ സച്ച് എ ലെജൻഡ്. ഇപ്പൊ ഉറക്കമൊക്കെ നല്ലോണം ഉണ്ടല്ലോ. പിന്നെ ഒരു കുഴപ്പമില്ല. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ തന്നെയാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ സൂക്കേട് നിശേഷം മാറി. അതുകൊണ്ട് ഡോക്ടറെ നേരിട്ട് കണ്ട് ഒരു നന്ദി പറയണമെന്ന് തോന്നി. അതാ വന്നത്. കണ്ട, ഇതാണ് ഒരു ഡോക്ടർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം. എന്നാ പിന്നെ ഡോക്ടറെ സമയം ഞാൻ കളയുന്നില്ല. ഓ, ഞങ്ങളെ പോലുള്ളവർക്ക് ആശ്വാസമാകുന്ന ഡോക്ടറെ ദൈവം രക്ഷിക്കട്ടെ. ആയിക്കോട്ടെ. പിന്നെ ഡോക്ടറെ വല്ലപ്പോഴുവേ എൻ്റെ വീട്ടിലേക്കൊന്ന് വിളിച്ചേ വിവരങ്ങളൊക്കെ അന്വേഷിച്ചാൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങോട്ടും വിളിക്കാലോ? അതെ, ഡോക്ടർ തിരക്കുള്ള ആളല്ലേ. ഞാൻ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഒരു ബുദ്ധിമുട്ടില്ല. എന്നാ പിന്നെ എൻ്റെ നമ്പർ നോട്ട് ചെയ്താട്ടെ. മോളെ, നീ നമ്പർ ഒന്ന് എഴുതിരുത്തേ. ആയിക്കോട്ടെ. 0091. ഓ, കൺട്രി കോഡൊക്കെ ഉണ്ടല്ലോ. 0091 98470 98470 32321 32321 4545 4545 222 എന്താ പറഞ്ഞേ? 222 നീ എഴുത്. 2222 4591 111 0000 4540 4715 151515 5257 സോറി ഡോക്ടർ, അമ്മയെ ഞങ്ങൾ കുറെ നേരമായിട്ട് അന്വേഷിച്ചോണ്ടിരിക്കുവോ. ജീനിയസ്. അച്ഛൻ വന്ന ഈ മുറിയിലാണോ കിടക്കുന്നത്? അച്ഛനല്ല, നീ. ഞാനോ? ഞാനെന്തിനാ ഇവിടെ കിടക്കുന്നത്? എല്ലാരും കൂടി ഒരു മുറി കിടന്ന എന്താ കുഴപ്പം? നീ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. അവരൊക്കെ ഇപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ ഒപ്പമാണോ കിടക്കുന്നതെന്ന്. ഇങ്ങനൊരു കുട്ടി. അമ്മ ഉറങ്ങിയോ? ആ, ഉറങ്ങി. ഈ അച്ഛൻ എന്തിനാ ഇപ്പൊ വരുന്നേ? എന്താ നിന്റെ പ്രശ്നം? എനിക്ക് എൻ്റെ അമ്മ മതി. എപ്പോഴും ഈ ഫ്രണ്ട്സ് കൂടുതലുള്ളതാണ് പ്രശ്നം. ഇപ്പം അങ്ങോട്ട് പോയി ഇഷ്ടമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കളിയാക്കുമായിരിക്കും അല്ലേ? കളിയാക്കും ഉറപ്പായിട്ടും. ഇതിന് എനിക്കൊരു ഡെഡിക്കേഷനാ ഇപ്പോഴും തന്നെ പറയാമല്ലോ. അവൻ്റെ അപ്പുറത്തേക്കുന്ന ചിക്കൻ കൊള്ളാലേ. ആ, നല്ല ഹെയർ. എടാ, ഇപ്പോഴും ഇങ്ങോട്ട് തന്നെയാണോ നോക്കുന്നത്? ആ, ആണല്ലേ. എല്ലാവർക്കും എന്നെ മതി. അപ്പുറത്തെ ലേശം മണ്ടറാണല്ലേ. ആമ്മേ എത്തിയോ? എപ്പോ? ആ, അതാ വരുന്നു. അപ്പൊ ഐ എം ഗോയിങ്. ബൈ. എൻ്റെ ഒന്ന് കൊടുത്തേക്കണേ. ബൈ. ഞാൻ പറഞ്ഞില്ലേ എന്നെ കണ്ടാലും അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല. എടാ, നീ അങ്ങോട്ട് കുറച്ച് മാറിയിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി ആണോ പ്ലീസ്? എടോ, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. അപ്പറഞ്ഞ
അയ്യോ പോലെ ഞാൻ തുടങ്ങിയില്ല. ആ വൈകിട്ട് കാണാന്ന് പറഞ്ഞു. എന്താ പോയത്? ഞാൻ വിചാരിച്ചു അച്ഛനായിരിക്കും അതിൽ ഓർക്കാന്ന്. നീ എന്താ എത്ര വൈകിയത്? ഈ നേരം വരെ അച്ഛൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു സ്കൂളിൽ നിന്ന് വരുമ്പോ സർപ്രൈസ് തരാൻ. വൈകിയപ്പോഴാണ് ഞാൻ വിളിച്ചത്. എന്നിട്ട് ആളെവിടെ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി. ലോറൻസ് അങ്ങളുടെ വീട്ടിലുണ്ടാവും. കുറച്ചുകൂടെ ചെറുതായിട്ട് കയറ്, എന്നാലും അടുപ്പി വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ അങ്കിൾ. ഹായ് ഹണി. ഹായ് ഡാളേ. ഹായ്. ഇത് വരെ കഴിഞ്ഞില്ലേ? ഇത് തീർന്നിട്ട് വേണ്ട ടാങ്ക് ക്ലീൻ ചെയ്യാൻ. എന്നാ കുറച്ചു നേരം അത് ചെയ്യാ. ഇത് ബോറടിച്ചു തുടങ്ങി. ബോറടിച്ചോട്ടെ, നീ അത് തീർക്ക്. ലെറ്റ് ഹിം ഫിനിഷ് ദിസ് ഫസ്റ്റ്. ടാങ്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇറ്റ്സ് അപ് ടു യു. ബാക്കിൽ തെങ്ങനുണ്ട്, തേങ്ങ ഇടാനുണ്ട് കേട്ടോ. തേങ്ങ ഇടുന്നതിന് മുമ്പ് നീ ആ വണ്ടിയും കൂടെ ഒന്ന് കഴിയട്ടെ. എടാ ഇത് ഫിനിഷ് ചെയ്തിട്ട്. അങ്കിൾ ഇയാളെ വിട്ടില്ലേ? ഇവനിപ്പോ കുപ്പിന്ന് തുറന്നു വിട്ട ഭൂതവാ. എന്ത് പണിയും ചെയ്യും, ഇല്ലെങ്കിൽ പിന്നെ ജയില. മാത്രമല്ല ഗ്യാസിനൊക്കെ ഇപ്പൊ എന്താ വില? അച്ഛൻ ഇങ്ങോട്ട് വന്നോ? വന്നു, പക്ഷെ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പുറത്തെ മാധവൻകുട്ടിമാനം വന്ന് വിളിച്ചോണ്ടേ അവിടെ കാണും. ശരി. ആ പഠിച്ചല്ലോ. ഒരു കോടാലികള്. ഈ വണ്ടി നന്നാക്കാനാണ് അച്ഛൻ ദുബായി ഓടി വന്നത്. മേനോ സാറേ, അച്ഛന്റെ പഴയ വർക്ക്ഷോപ്പിലെ സ്ഥിരം ക്ലൈന്റ് ആയിരുന്നു. 4-5 മാസമായി എത്ര ഇവനൊന്ന് അനങ്ങിയിട്ട്. ആ അച്ഛൻ അന്വേഷിച്ച് എത്തിയോ? കുടിക്കൂ. നടക്കട്ടെ. വേണ്ട, താങ്ക് യു. അവൾ ഇത് കുടിച്ചോളൂ. ഇല്ല, അച്ഛൻ കുടിച്ചോളൂ. കുടിക്കടി. എനിക്ക് വേണ്ട. സാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഓക്കെ അല്ലേ? നന്ദനം തൊട്ടാ ശരിയാന്ന് എനിക്ക് അറിയായിരുന്നു. പുറമേ നിന്നൊരു മെക്കാനിക്കിനെ വിളിച്ചാൽ കാശ് കൊടുക്കണമല്ലോ. ഞാനിവിടെ സാർ. നീ ഇന്ന് കുളിച്ചില്ലല്ലേ? ദൈവമേ, കേരളം മൊത്തം ഉണ്ടല്ലോ ടേബിളില്. ആദ്യത്തെ ദിവസമല്ലേ, അതുകൊണ്ടാ. എന്നും പ്രതീക്ഷിക്കണ്ട. എന്തേ? ഹേയ്, ഞാൻ പെട്ടെന്ന് എൻ്റെ കുബൂസിനെ കുറിച്ച് ഓർത്തു പോയതാ. കുബൂസിനെ പിരിഞ്ഞിരിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. നാളെ മുതൽ നമുക്ക് കുബൂസും തൈരും തന്നെ ആക്കാം. എടി, നിന്റെ ഈ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒക്കെ മനസ്സിൽ ഓർത്തിട്ടല്ലേ അവിടെ ഞാൻ കുബൂസ് ഓരോ ദിവസവും കടിച്ചമർത്തിരുന്നത്. മോളെ, ആഹാരത്തിന്റെ കൂടെ വെള്ളം കുടിക്കരുത്, ദഹനത്തെ ബാധിക്കും. ഒന്നിൽ ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പ് അല്ലെ ആഹാരം കഴിഞ്ഞിട്ട് ലിക്വിഡ് അങ്ങനെ കഴിക്കാവൂ. നമുക്ക് എല്ലാത്തിനും ഒരു ചിട്ട വേണം. അല്ലച്ചാ, ഓ, അപ്പൊ ഈ കഞ്ഞി സൂപ്പൊക്കെ കഴിക്കുന്നവരോ, അവർക്ക് ഈ ലിക്വിഡിന്റെ പ്രശ്നമില്ലേ? അത് കഞ്ഞി സൂപ്പും, ഇത് ചോറല്ലേ, അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. അമ്മയ്ക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ഏയ്, ഇത് എത്ര വറ്റ അങ്ങനെ കളഞ്ഞിരിക്കുന്ന എൻ്റെ അപ്പു. ഓരോ അരിമണിയിലും അത് കഴിക്കുന്നവന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടാവുന്ന പറയുക. ഫുഡിനെ റെസ്പെക്ട് ചെയ്യണം. സോറി അച്ഛാ, ഇനി ശ്രദ്ധിച്ചോളാം. ഓ, PG നന്ദകുമാർ, ഇതിൽ അച്ഛന്റെ പേരാണല്ലോ എഴുതിയിരിക്കുന്നത്. ബ്രില്യന്റ്. ടിഷ്യൂ ഇല്ലേ ജൂലി? ടിഷ്യൂവും കുബൂസും ഒക്കെ ഇനി മറന്നേക്ക്. ഒരു ഉണ്ടക്കണ്ണി ഇവിടെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. അച്ഛനും അമ്മയോട് ഇഷ്ടമാണെന്ന് അവള് മനസ്സിലാക്കിട്ട്. എന്തൊരു കൊതുക് അവിടെ. ദുബായിലാണെങ്കിൽ ഒറ്റ കൊതുകില്ല. ദുബായിലെ കൊതുകൊക്കെ ഇവിടെ എത്തിയല്ലോ.
ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊരു സമാധാനം എന്നറിയാം. ആ സമാധാനത്തിൻ്റെ കൂടെ കുറച്ച് മധുരവും കഴിക്കും. കുടിക്കാം. നമ്മുടെ അപ്പുന് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ആട്ടോ. മനസ്സിന്റെ ആരോഗ്യ മനസ്സിൻ്റെ ആരോഗ്യമൊക്കെ കണക്കാം. ചില സമയത്ത് അവളുടെ ടാൻഡ്രംസ് കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ അടി വെച്ച് കൊടുക്കാൻ തോന്നും. ഒറ്റയ്ക്കൊരു ടീനേജറെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. അവളെ മാനേജ് ചെയ്യണമെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകണം. അല്ലാതെ ഹെഡ് മാസ്റ്റർ ആകാൻ പോയി കഴിഞ്ഞാൽ പിള്ളേർ റിബലാവും. എന്തായാലും നീ ഇത്രത്തോളൊക്കെ എത്തിച്ചില്ലേ. അവളുടെ കളിയും കുറുമ്പും ഒന്നും നോക്കി കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. അതിനുള്ള ചാൻസ് ഒക്കെ അവൾ ഇഷ്ടം പോലെ തന്നോളും. സമയം കിടക്കല്ല. പെട്ടിയും കിടക്കയും എടുത്ത് ഇങ്ങോട്ട് ഓടിപ്പോന്നിട്ട് എന്താ പ്ലാൻ? ജീവിക്കണ്ടേ? അതൊന്നും ഓർത്ത് എൻ്റെ മോള് പുകയണ്ട. ഇത്രയും കാലം തല ഉയർത്തിപ്പിടിച്ചതല്ലേ ജീവിച്ചത്. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. പുറമേ നിന്ന് കിട്ടിയ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും പ്രൊഫഷണലിസവും അതൊക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ട് എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറിയത്. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. 10-15 കൊല്ലമായിട്ട് കടിച്ചു പിടിച്ച് മാറ്റി വെച്ച ജീവിതം ശരിക്കും നമ്മൾ തുടങ്ങാൻ പോവാ. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായിട്ടാണോ? ദേ നിങ്ങളുടെ ബ്രൈറ്റ് ആൻഡ് ബ്രില്യൻ ഗേൾ. കിടന്നു. ജീവിതം നമുക്ക് നാളെ തുടങ്ങാം. ഇവിടെ വേദനയുണ്ടോ? കുറച്ച്. ഇവിടെയോ? കുറച്ച്. ആ അപ്പൊ എഴുന്നേറ്റിരിക്കേ. ഭക്ഷണമൊക്കെ കഴിക്കണ്ടോ? കുറവാ ഡോക്ടർ. നീ അതോടെ വെച്ചോണ്ട് നന്ദ. 5-8 കൊല്ലായതാ. വേറൊരെണ്ണം വാങ്ങാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കേടായത് വലിച്ചെറിഞ്ഞ് പുതിയത് വാങ്ങുന്ന ശീലേ പണ്ട് ദുബായ്ക്കാർക്ക് മാത്രം ഉണ്ടായിരുന്നു. ഇത് നന്നാക്കാൻ കൊടുത്താലേ പുതിയത് വാങ്ങണേൽ കാശാവും. ഇനിയിപ്പം മെക്കാനിക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഒന്ന് നോക്കട്ടെ.